ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാമ എർത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് കേട്ടോ. ഇത് വെറും ഫൗണ്ടേഷൻ അല്ല, CC സിറം ഫൗണ്ടേഷനാണ്. അതായത് ഗ്ലോ CC സിറം ഫൗണ്ടേഷനാണ്. നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്താൽ നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ വൈസ് അല്ലെങ്കിൽ ഔട്ടർ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു പാക്കേജിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പിന്നറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പിന്നറിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത്. കണ്ടില്ലേ, നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ പ്രൊഡക്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പിടിച്ച് കുറേ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സിയും ഹൈലറോണിക് ആസിഡ്, അതായത് HA ആണ് വന്നിട്ടുള്ളത്. ഇൻറ്റൻസ് ആയിട്ടുള്ള ഹൈഡ്രേഷനാണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു ഫുൾ കവറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അപ്ലൈ ചെയ്താലേ നമ്മുടെ സ്കിന്നിൽ ഒട്ടും തന്നെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യല. ഇപ്പം ഞാൻ ഡോട്ട് വൈസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ഓവർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 649 ഇപ്പം നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. 649 എന്ന് പറയുന്നത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. എങ്കിലും നമുക്കിപ്പം അത്ര എമൗണ്ട് ഒന്നും കൊടുക്കണ്ട. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മിന്ത്രയിലും ഒക്കെ ആണെങ്കിലും നല്ല രീതിക്ക് 500 സംതിങ് റുപ്പീസിനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ചിലപ്പോൾ നല്ല ഓഫറൊക്കെ വരുമ്പോൾ 400 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എത്രയാണ് ML വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ 30 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അതിനാണ് ഇത്രയും പ്രൈസ്. ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 2 അല്ലെങ്കിൽ 3 ഇയർ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CC സിറം ഫൗണ്ടേഷൻ തന്നെയാണ്. ഇതിൻ്റെ 3 ഷെയ്ഡ്സ് ആണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് 01 വാനിലയാണ്. ഇത് ഫോർ ഫെയർ ആയിട്ടുള്ള സ്കിന്നുകാർക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ പീച്ച് ഹണി. പീച്ച് എന്ന് പറയുന്നത് മീഡിയം സ്കിൻ ടൂണുകാർക്കും, ഹണി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡാർക്ക് ആൻഡ് ഡെസ്കി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. അതോടൊപ്പം തന്നെ യൂണിസെക്സ് ആയിട്ടുള്ള ഒരു CC സിറം ഫൗണ്ടേഷനാണ്. നമുക്ക് ബോത്ത് മെൻ ആൻഡ് വിമന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യാനും പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻപെർഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സ്കിന്നിൽ നല്ലൊരു പ്രോപ്പർ ഹൈഡ്രേഷൻ തരിക മാത്രമല്ല, ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ലോക്ക് ചെയ്ത് നിർത്താനുള്ള കേപ്പബിലിറ്റി ഹൈലറോണിക് ആസിഡിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ തന്ന് നമ്മുടെ സ്കിന്നിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കാണ്ടും ഡള്ളൊന്നും ആക്കാണ്ട് നല്ലൊരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഫുൾ കവറേജോട് കൂടി തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്തുന്ന നല്ലൊരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഒരു മാമ എർത്തിൻ്റെ ഗ്ലോ CC സിറം ഫൗണ്ടേഷൻ. ഇതിൻ്റെ ഐറ്റം ഫോം നോക്കുകയാണെങ്കിൽ ഒരു സിറം വൈസ് ലൈറ്റ് ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഈ ഒരു സിറം ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ മേക്കപ്പ് മീറ്റ്സ് സ്കിൻ കെയർ. അതായത് ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, സ്കിൻ കെയർ ആയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് സംഭവം ആണല്ലോ. അപ്പോൾ മേക്കപ്പ് ആയിട്ടും സ്കിൻ കെയർ ആയിട്ടും നമുക്ക് 2 in 1 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു CC സിറം ഫൗണ്ടേഷൻ. അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൻ്റെ ടെക്സ്ചർ ആയിക്കോട്ടെ, സ്കിന്നിൻ്റെ ടോൺ ആയിക്കോട്ടെ, ഇതൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒന്ന് ജസ്റ്റ് നമ്മൾ കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കവറേജ് ആണ് കിട്ടുന്നത്. ഒരു പുട്ടിയടിച്ച ഫീലൊന്നും അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു റേഡിയൻസ് ആണ് നമ്മുടെ സ്കിന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അതോടൊപ്പം തന്നെ പ്രൈസ് വൈസ് നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം അഫോർഡബിൾ ആണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയേണ്ട കാര്യം മറ്റൊന്നുമല്ല, ഇതിൽ SPF ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പോൾ SPF ഫാക്ടർ എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറിൻ്റെ ലെവൽ വന്നിട്ടുള്ളത് 30 ആണ്. അപ്പോൾ 30 എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സൺസ്ക്രീനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു SPF കണ്ടൻ്റ് ആണ് ഇതിലും ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ SPF കണ്ടൻറ്റ് നല്ല രീതിക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം നല്ലൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് കൂടിയാണ്. പിന്നെ ഇതിൽ പാരബൻസോ ടോക്സിക് ഇൻഗ്രീഡിയൻസോ സൾഫേറ്റ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ക്രുവൽറ്റി ഫ്രീ ആണ്. നമുക്ക് സേഫ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. യാതൊരുവിധ സൈഡ് എഫക്ട്സോ പ്രോബ്ലംസോ ഒന്നും തന്നെ ഒക്കർ ചെയ്യുന്നില്ല.
അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് മേ ബി നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. നിങ്ങൾ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ ഇച്ചിങ്, ഇറിറ്റേഷൻസോ പിമ്പിൾസോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും തന്നെ ഒക്കർ ചെയ്തിട്ടില്ല. സെൻസിറ്റീവ് സ്കിന്ന് കുറച്ചുകൂടെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്കിന്നുകാരായതുകൊണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് പ്രിക്വേഷൻ എന്ന നിലയ്ക്ക് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്റ്റാൻഡേർഡ് പാക്കേജിങ് ആണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണോ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജ് തന്നെയാണ്. യൂസേജ് ആണെങ്കിലും നമുക്ക് എളുപ്പമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് കുറേ വേസ്റ്റായി പോകുന്നുണ്ട്. ഓൾറെഡി ഇങ്ങനത്തെ സ്പിന്നർ ആകുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് എടുത്തിട്ട് വീണ്ടും ഇതേപോലെ അടച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറേ അധികം ഇങ്ങനെ കട്ട പിടിച്ച് പോകുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ എനിക്കൊരു ഫോൾട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി ഓവറോൾ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹോണസ്റ്റ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ്. നല്ലൊരു ബ്രൈറ്റ്നസ്സും കവറേജും നൽകുന്നുണ്ട്. ഒട്ടും തന്നെ പുട്ടി അടിക്കാത്ത എഫക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ്സ് ആണെങ്കിൽ 3 വേരിയൻസിൽ വരുന്നുണ്ട്: ഹണി, പീച്ച് ആൻഡ് വാനില. വാനില എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹണി എന്ന് പറയുന്നത് കുറച്ച് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ഉള്ളവർക്കും, അടുത്തത് നമ്മുടെ പീച്ച് ആണെങ്കിൽ മീഡിയം ടോണുകാർക്കും കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണുകാർക്കും മാച്ചിങ് ആയിട്ടുള്ള, നമ്മുടെ സ്കിൻ ടോണിന് എക്സാക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്താലും നമുക്കൊരു നല്ലൊരു ബിൽഡബിൾ ആയിട്ടുള്ള ഫുൾ കവറേജും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ SPF ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സൺ പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടാലും നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷനിൽ SPF ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്താണെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ഓർക്കുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ ഒരു ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇലൂമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്ലോസി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു ഗിൽറ്റി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ ഓൾറെഡി അതിൽ. അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക ഹൈലൈറ്റിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്കൊരു സ്റ്റോപ്പ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത ആ ഒരു സെയിം ഫിനിഷ് ആയിരിക്കും കിട്ടുക. സ്റ്റോപ്പ് ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട പോയിന്റ്സിൽ ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ അല്ലേ അപ്ലൈ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ഇലൂമിനേറ്റിംഗ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ ഫേസ് ഫുള്ള് നല്ലൊരു രസമായിരിക്കും. നല്ലൊരു റോസി ആയിട്ടുള്ളൊരു പിങ്കിഷ് ടോണൊക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസറും കൂടെ ഞാൻ ഈ ഒരു വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന്. മറ്റൊന്നുമല്ല, നമ്മുടെ പിലിഗ്രിമിൻ്റെ ഇലുമിനേറ്റിംഗ് ഗ്ലോ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നല്ലൊരു റോസി ആയിട്ടുള്ള ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഗ്ലോ ആണ് തരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് ശരിക്കും അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ടോണിലേക്കായിരിക്കും നമുക്ക് ആ ഒരു ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസർ പ്ലസ് നമ്മുടെ സെയിം ഷെയ്ഡ് ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫൗണ്ടേഷനും കൂടെ മിക്സിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഒരു ഫിനിഷ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. അത് നമ്മൾ തനിയെ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷൻ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതും ഇതും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്കൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡ്യൂയി ആയിട്ടുള്ളൊരു നല്ലൊരു ഫിനിഷാണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള റേഡിയൻസും ബിൽഡബിൾ കവറേജും ലോങ് ലാസ്റ്റിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാമഎർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ CC സെറം ഫൗണ്ടേഷനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.